ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴിലെ ഇക്കിഴി റിവ്യൂ ആണ്. എബ്രഹാം ഓസ്ലർ യെസ്, ജയറാം നായകനാകുന്ന സിനിമയാണ്. അതായത് ജയറാമേട്ടൻ്റെ തിരിച്ചുവരവ് എന്ന് എല്ലാവരും ആഗ്രഹിച്ച സിനിമ. യെസ്. എബ്രഹാം ഓസ്ലർ സിനിമ തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ സിനിമ കണ്ടു. ഈ സിനിമയുടെ റിവ്യൂവിന് ഒരു പ്രത്യേകത ഉണ്ട്. രണ്ടുപേർക്കും രണ്ട് അഭിപ്രായമാണ്. സാധാരണ ഞങ്ങൾ അഭിപ്രായം പറയുമ്പോൾ ഞങ്ങളൊന്ന് ഇതിനൊന്ന് കമ്പയർ ചെയ്ത് ഞങ്ങളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തു നോക്കും. അപ്പോൾ ഏതാണ്ടൊക്കെ ഒരുപോലെ വരാറുണ്ട്. വരാത്തത് ഞങ്ങൾ അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഇത് ഒട്ടും അങ്ങ് ചേരുന്ന അഭിപ്രായങ്ങൾ മാച്ചിങ് അല്ല. അതെ, കാരണം വേറൊന്നുമല്ല, നമ്മള് പ്രതീക്ഷിച്ചു പോകുന്ന സിനിമ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന സിനിമ നമ്മളെ ഒരു ആവറേജ് നമുക്കൊരു സംതൃപ്തി തന്നാൽ ഓക്കെയാണ്. അതെ, അത് എൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നിയൊരു സംഭവം കേട്ടോ. എൻ്റെ പേഴ്സണൽ പറയുകയാണെങ്കിൽ എനിക്കൊരു ആവറേജിന് മുകളിലായിട്ട് തോന്നിയിട്ടുണ്ട് സിനിമ. യെസ്, എനിക്ക് ഈ സിനിമ ഒട്ടും ഇഷ്ടമായിട്ടില്ല. അതിന് കാരണം ഇതിലെ ഒരു സൗഹൃദം. അതായത് ഒരു സുഹൃത്തിനെ കരകയറ്റാൻ വേണ്ടിയിട്ട്, സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു സിനിമ ചെയ്യുന്നു. അതായത് മമ്മൂട്ടിയുടെ കാര്യം പറയുന്നത്, മെഗാസ്റ്റാർ മമ്മൂട്ടി ജയറാമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ ചെയ്തതെന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അതായത് ഇതിൽ മമ്മൂക്ക ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട്. ആ ക്യാരക്ടർ ഏറ്റെടുക്കാൻ കാരണം ഈ ക്യാരക്ടറിൻ്റെ സ്പെഷ്യാലിറ്റി കാരണമല്ല, ജയറാം രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണെന്നാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. പക്ഷേ എനിക്ക് അഭിപ്രായം, അളിയൻ പറഞ്ഞ അഭിപ്രായം അതാണ്. പക്ഷെ ഞാൻ എൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മമ്മൂക്ക എന്ന് പറയുന്ന ഒരു ആക്ടർ ഇങ്ങനത്തെ ഒരു സിനിമ സെലക്ട് ചെയ്യുന്ന ഒരു ഇതും ഇല്ലാണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, സിമ്പിളായിട്ട് ചെയ്തു പോകാവുന്ന ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടർ മമ്മൂക്ക സെലക്ട് ചെയ്തത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടോ തോന്നിയിട്ടുള്ളത്. പിന്നെ തീർച്ചയായിട്ടും, കാരണം ശരിക്കും വലിയ ഏതെങ്കിലും നടന്മാരാണെങ്കിൽ ഒഴിവാക്കെന്ന് പറയുന്ന സാധനമാണ് മമ്മൂക്ക പോയി ചെയ്തത്. ചിലപ്പോൾ അതിനകത്ത് ഫ്രണ്ട്ഷിപ്പിന്റെ ബന്ധം ഉണ്ടായിരിക്കാം, അതൊന്നും ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്കത് ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് തോന്നി. പക്ഷേ ഈ മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരു നടൻ, അതായത് അത്യാവശ്യം നല്ല സ്ക്രിപ്റ്റ് സെലക്ഷനുള്ള ഒരാളാണല്ലോ. അപ്പോൾ ആളുടെ ക്യാരക്ടർ ആൾ നോക്കും. അപ്പോൾ ഇതിൽ എന്ത് സ്പെഷ്യാലിറ്റിയാണ് ആ ക്യാരക്ടർ ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം. കാരണം പ്രത്യേകിച്ച് ഇമ്പാക്റ്റ് ഒന്നും ആൾക്കില്ല, അതായത് ആളുടെ ക്യാരക്ടറിനില്ല. ഇപ്പോൾ ഈ സിനിമയിൽ, അതായത് നമ്മളിപ്പോൾ ഈ സിനിമ ഏറ്റവും കൂടുതൽ കാത്തിരിക്കാൻ കാരണം ജയറാമേട്ടൻ്റെ തിരിച്ചുവരവ് എന്നുള്ളത്, പിന്നെ മമ്മൂക്കയുടെ ഗസ്റ്റ് റോള് അതെന്ത് എന്നുള്ളതാണ്. അപ്പോൾ മമ്മൂക്ക അതിൽ ഗസ്റ്റ് റോളായിട്ട് വരുമ്പോൾ അത്യാവശ്യം ഇമ്പാക്റ്റ് ഉള്ള സീനുകളെങ്കിലും വേണം. ആൾ എന്താണെന്നുള്ളതൊന്നും നമ്മൾ പറയുന്നില്ല, സ്പോയിലറാണ്. പക്ഷേ ആ സീന് ഗംഭീരമാവണം. ഒരൊറ്റ സീനാണെങ്കിൽ അതെങ്കിലും. എന്നാൽ ആൾ വന്നിരിക്കുന്ന എല്ലാ സീനിലും ആ ഒരു ഇമ്പാക്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല പേഴ്സണലി. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഈ സിനിമ തുടങ്ങി അവസാനം വരെ ആ ഒരു മൂഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന സാധനമാണ് സിനിമ. അപ്പം അതിനകത്ത് വേറൊരു അല്ലെങ്കിൽ വലിയൊരു സംഭവമായിട്ട് കൊണ്ടുവന്ന് ഇടാതിരിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ശരിയാണ്. അപ്പോൾ മമ്മൂക്കയുടെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. അതാണ് മമ്മൂക്ക അതിൽ വന്നു എന്നുള്ളത് നോക്കുമ്പോൾ ആ സീനുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ഇമ്പാക്റ്റ് വരണം. മമ്മൂക്ക ആയതുകൊണ്ട് ഇമ്പാക്റ്റ് വരില്ല, അത് വന്നിട്ടുമില്ല. അതില്ല, അങ്ങനത്തെ ഒരു സംഭവം ഇല്ല നമുക്ക്. അതാ ഞാൻ പറഞ്ഞ, ഒരു വലിയൊരു സംഭവം ഒന്നും അല്ലാണ്ട് ഒരു സിമ്പിളായിട്ട്, അതായത് എന്താ പറയുക, ഒരു ത്രില്ലർ സിനിമ തുടങ്ങി അത് അവസാനിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് വലിയ സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് നല്ലൊരു ഒതുക്കത്തിൽ അങ്ങനെ പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. അത് വലിയൊരു സംഭവം ഇല്ലാണ്ടിരിക്കുന്നതാണ് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത് കേട്ടോ. അതായത് ഈ സിനിമ ഒരു പരാജയമാകുകയാണെങ്കിൽ അതിന് കാരണം മമ്മൂട്ടി ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല അങ്ങനത്തെ ഒരു സംഭവം. അത് മമ്മൂട്ടിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പോകും, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട്. അത് വലിയ ഇത് ഞങ്ങൾക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ ഞങ്ങളുടെ കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയുന്നത് എനിക്കും ഞാൻ പറയുന്നത് അവനും ഏതാണ്ടൊക്കെ അങ്ങ് ഒത്തുപോകാൻ പറ്റാറുണ്ട്. ഇത് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ അഭിപ്രായം പറയാൻ തുടങ്ങിയപ്പോൾ മുതലേ ഇതിങ്ങനെ തന്നെയാണ്. അത് അറിഞ്ഞുകൂടാ എന്തായിരിക്കും എന്ന്. പക്ഷെ എനിക്ക് എന്തായാലും, ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ആവറേജിന് മുകളിലായിട്ടുള്ള സിനിമയായിട്ട് തന്നെ തോന്നിയത്. അപ്പം അതിനനുസരിച്ചുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് സിനിമയിൽ. പക്ഷേ ഈ മമ്മൂക്കയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, അത് വേറെ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു സാധാരണ രീതിയിലെങ്കിലും പോയായിരുന്നു. ഇത് മമ്മൂക്ക വന്നിട്ട് ഈ ഒരു ക്യാരക്ടർ വന്ന് ചെയ്തിട്ട് നമുക്ക് ആ സിനിമയുടെ വലുപ്പം എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഘടകം തന്നെയാണ്. ആ സിനിമ വലുതാക്കുക എന്നുള്ളത്. അതിനകത്ത് ഇപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ അതാ ഞാൻ വീണ്ടും പറഞ്ഞത്, അത് ഫ്രണ്ട്ഷിപ്പിന്റെ ആയിരിക്കാം, നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കാം നമുക്ക് കമ്മിറ്റ് ചെയ്തതും. അതായത് സിനിമ വലുതാക്കുമ്പോൾ അതിൽ ആള് ചെയ്യുന്ന കാര്യങ്ങൾ അത്രത്തോളം പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണല്ലോ സിനിമ വലുതാകുന്നത്. അതെ, ആ പ്രതീക്ഷക്കൊത്ത് ഈ ക്യാരക്ടർ വന്നിട്ടില്ല എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. പിന്നെ ആളുടെ കുറച്ച് കട്ട് ഷോട്ടും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്, അത് ആളായിട്ട് തോന്നില്ലല്ലോ.
അത് നമ്മൾ ട്രെയിലറിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ട്രെയിലറിന്റെ സമയത്ത് മറ്റേ കട്ട് കയ്യിന്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ ശരിക്കും മമ്മൂക്കയായിട്ട് തോന്നുന്നില്ല ആ ഒരു സ്ഥലങ്ങളിലൊക്കെ ആയിട്ടോ. പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ എപ്പോഴും എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു, മമ്മൂക്ക ഇത് വന്ന് ചെയ്തല്ലോ. അതെനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നുന്നത്, സത്യമായിട്ട് പറഞ്ഞാണ്. അത് മമ്മൂക്ക എന്ന് പറയുന്ന ആക്ടർ ഇത്ര അത് അഭിനന്ദനം ആകുന്നത് എപ്പോഴാണെന്നറിയോ? അതായത് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റിൽ ഇത് ഈ ഒരു റോൾ ഇത്രേ ഉള്ളൂ എന്ന് അറിഞ്ഞിട്ട് അതിൽ കൈ കടത്തിയില്ല എന്നുള്ളത് അത് വേറൊരു സത്യം. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതിനില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യരുതായിരുന്നു. അതായത് ക്യാരക്ടർ വൈസ് ആൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ മാത്രം, മമ്മൂട്ടി ചെയ്യാനുള്ളതുണ്ടോ എന്നുള്ളത് മമ്മൂട്ടി ഒന്ന് ആലോചിക്കേണ്ട കാര്യമായിരുന്നു. എന്തായാലും ജയറാമിൻ്റെ തിരിച്ചുവരവ് ഉണ്ടാവുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. പക്ഷെ ജയറാം എന്ന നടൻ എന്തായാലും ഇതിൽ വേറെ ലെവലാക്കിയിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ അഭിപ്രായമുള്ളൂ കേട്ടോ. കാരണം ജയറാം എന്ന് പറഞ്ഞ നടന്റെ പഴയ സിനിമകളിലുള്ള ജയറാമിനൊന്നും നമുക്ക് കാണാനേ കിട്ടില്ല. അത്ര ഗംഭീരമായിട്ട് ഓരോ സമയങ്ങളിലും ഓരോ മാനറിസങ്ങളാണെങ്കിൽ പോലും ജയറാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആളുടെ നടത്തം, ഡയലോഗ് ഡെലിവറി, കൂന് പോലുള്ള ഒരു നടത്തം, കുനിഞ്ഞുകൊണ്ടുള്ള, പിന്നെ ഡയലോഗ് ഡെലിവറി, ആളൊരു ട്രോമയിലാണ്, ആൾക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ഇത് പിടിച്ചു തന്നെ മുഴുനീളം ചെയ്തിട്ടുണ്ട്. വേറെ ലെവലായിരുന്നു. ജയറാമിന്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല കേട്ടോ, ഭീകര പെർഫോമൻസ് തന്നെയാണ്. മമ്മൂക്കേന്റെയും പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല കേട്ടോ. മമ്മൂക്ക അതാണ് പറയുന്നത്, മമ്മൂക്ക ചെയ്തു വെച്ചിരിക്കുന്നത് ഗംഭീര സംഭവം തന്നെയാണ്. അത് ഒരിക്കലും മമ്മൂക്കേനെയും നമുക്ക് അളക്കാൻ പറ്റില്ലല്ലോ ഈ അഭിനയത്തിന്റെ കാര്യത്തില്. പക്ഷേ വേറെ ആർക്കും ചെയ്യാവുന്ന ക്യാരക്ടറായിരുന്നു അത്. പിന്നെ മാത്രമല്ല മമ്മൂക്ക വന്നിട്ട് ചേർന്നിരിക്കുന്ന സംഭവമൊക്കെ കുറച്ച്, പക്ഷേ എനിക്കത് എന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നത്, എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, സത്യമായിട്ട് പറയുന്നത്. അത് നമുക്ക് എന്താ പറയാ, എങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട എനിക്ക് അറിഞ്ഞൂടാ. അതെ, അത് എനിക്കത് അത്ര സിമ്പിൾ ആയതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത്. കുറച്ച് കുറച്ച് ടെററൊന്നും ആവാണ്ട് ഒരു സിമ്പിൾ ആയിട്ട് തന്നെ വന്നിരിക്കുന്ന, അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഞാനതിലൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടല്ലോ. ഭയങ്കര ടെററാണ് പ്രതീക്ഷിച്ചത്. ഇമ്പാക്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് എനിക്ക് അങ്ങോട്ട് കിട്ടിയില്ല. എന്തായാലും സ്ക്രിപ്റ്റ്, ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എനിക്ക് ഒരു ആവറേജിന്റെ താഴെയായിട്ടാണ് ഫീൽ ചെയ്തത്. അതിന് കാരണം ഇങ്ങനെയുള്ള ഒരു ത്രില്ലർ സിനിമ പറയുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു സംഭവം വേണം. ഇത് ഒരു സാധാരണ ഒരു റിവഞ്ച് സ്റ്റോറി, അതിൽ മമ്മൂട്ടി വന്നു എന്നുള്ളേ ഉള്ളൂ. അല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ജയറാമിന്റെ ഇങ്ങനത്തെ ഈ ഒരു സ്ക്രിപ്റ്റിൽ തന്നെയാണ് ജയറാമിന്റെ ഒരു വ്യത്യസ്തമായ രൂപം നമ്മളിപ്പോ കണ്ടത്. അല്ല പറയുന്നത്, മമ്മൂട്ടി വന്നത് ഇപ്പൊ കാസ്റ്റിംഗ് ആണല്ലോ, അത് സ്ക്രിപ്റ്റിന്റെ അല്ല. എഴുതി വെച്ചിരിക്കുന്നത്, അതായത് ഇന്ന സമയം മുതൽ ഇന്ന ലാസ്റ്റ് ഈ സമയം വരെ ഉള്ളതിൽ അതിന് കാരണം, റിവെഞ്ച് ചെയ്യാനുള്ള കാരണം, പിന്നെ ഏത് രീതിയിലാണ് റിവെഞ്ച് ചെയ്യുന്നത്, പിന്നെ ഓരോ സീനുകളിലും സീന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണല്ലോ. ഓരോ സീനും നമുക്ക് ഫേവറേറ്റ് ആയി മാറണം, അല്ലെങ്കിൽ ഒരു 2-3 സീനെങ്കിലും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഉണ്ടാവണം. അങ്ങനെ ഒരു സീനും എനിക്ക് പേഴ്സണലി ഇല്ല. പക്ഷേ എൻ്റെ അഭിപ്രായം നേരെ തിരിച്ചത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം കാണുന്ന അല്ലെങ്കിൽ ഒരു എന്താ പറയുക ത്രില്ലർ സിനിമകളിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ടാട്ടോ തോന്നിയത്. അതായത് ഈ സ്റ്റോറി പോയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അതെനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നും. അല്ലെങ്കിൽ ഏത് ത്രില്ലർ എടുത്താലും എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരേ ഒരു സാധനമായിരിക്കും ചെയ്യുന്നത്. അതിൽ നിന്ന് കുറേ മാറ്റം വന്നായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു മെഡിക്കൽ ത്രില്ലർ ആണെന്നുള്ളതാണ് ഇവർ പറയുന്നത്, അതിൻ്റെ ജോണർ. അപ്പോൾ പിന്നെ അതുപോലെ ഇമോഷണൽ ക്രൈം ഡ്രാമ, ഇമോഷണലി കുഴപ്പമില്ല, ജസ്റ്റ് ഓക്കെ. പക്ഷേ ഇതൊരു മെഡിക്കൽ ക്രൈം ത്രില്ലർ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ, അതായത് മെഡിക്കൽ സ്റ്റുഡൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആയിട്ടുള്ള രീതിയിൽ അവർ ചെയ്യുന്നു എന്നല്ലാതെ ഇതിലെന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ടായിരിക്കും അത് മെഡിക്കൽ എന്നിട്ടത്. മെഡിക്കൽ ത്രില്ലർ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ, അതായത് എന്താ പറയാ ഹോസ്പിറ്റൽ, അതിനെ ബേസ് ചെയ്ത് നടക്കുന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ ഡോക്ടേഴ്സ്, അതൊക്കെ തന്നെയാണ് മെഡിക്കൽ ത്രില്ലർ. എനിക്ക് തോന്നിയത് അതായത് ഇപ്പം പറയുന്ന പശ്ചാത്തലം ഒന്നെങ്കിൽ കുറെ ഡ്രൈവർമാരുടെ, അതായത് KSRTC ഡ്രൈവർമാരുടെ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞു കഴിഞ്ഞാൽ KSRTC ക്രൈം ഡ്രാമയാവോ അല്ലെങ്കിൽ ക്രൈം ത്രില്ലർ ആവോ? തീർച്ചയായിട്ടും അത് അങ്ങനെ പറയുള്ളൂ, ആ ഒരു കാറ്റഗറിയിലെ തിരിക്കുള്ളൂ. അങ്ങനെ ജോണർ ഉണ്ടോ? അല്ല, എന്തുകൊണ്ട് മെഡിക്കൽ ക്രൈം ത്രില്ലർ എന്ന് പറയുന്നു എനിക്ക് തോന്നിയില്ല. അതായത് അതിന് ഇപ്പോ നമ്മുടെ ഗരുഡൻ സിനിമ, അതില് കാലങ്ങൾക്ക് ശേഷം അതായത് മാറ്റങ്ങൾ വന്നു, ഒരുപാട് കാര്യം. അന്ന് ആളെ ശിക്ഷിച്ചതിന്റെ കാര്യങ്ങൾ പിന്നീട് മാറുകയാണ്. അത് ലീഗലി, അതായത് നിയമപരമായിട്ട് അത് ആ രീതിയിൽ യൂസ് ചെയ്തു, വെറൈറ്റി ആയിട്ട്. അങ്ങനെ ഒരു സംഭവം ഇതിലില്ല. അതായത് ഇതിൽ മരിക്കുന്ന രീതിയിലുള്ള കുറച്ച് സംഭവങ്ങൾ, അതും പക്ക റിവെഞ്ച് അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഓവറായിട്ട് അതിനകത്തൊന്നും ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതലായിട്ട് കാണിക്കാനോ ഒന്നുമില്ല. ആള്
ഇത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പണ്ടാരം കഥയായി പോകും. അതൊന്നും പറയണ്ട. അതുകൊണ്ട് അതായത് മെഡിക്കൽ അത് മാത്രമാണ് അതിനകത്ത് ബേസ് ചെയ്ത് പോയിട്ടുള്ളത്. അതായത് ഇപ്പോൾ മെഡിക്കൽ ത്രില്ലറൊക്കെ ആകുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയായിരുന്നു. അതായത് മെഡിക്കൽ ഫീൽഡിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, അവയവം അല്ലെങ്കിൽ മരുന്നിൻ്റെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആ രീതിയിലായിരിക്കുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. ഇത് അതിൽ ഉള്ള കുറച്ച് കഥാപാത്രങ്ങളുടെ റിവെഞ്ച് സ്റ്റോറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് മാത്രം, അത്രയും ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്താണെങ്കിലും അത് ആ ഒരു രീതിയിൽ തന്നെ ഉള്ളൂ, അല്ലാണ്ട് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതിന് നമുക്ക് എടുത്തു പറയേണ്ട 1-2 പേരുണ്ട് കേട്ടോ ആക്ടിങ്ങിന്റെ കാര്യത്തിൽ. അർജുൻ അശോകൻ ഗംഭീര പെർഫോമൻസ് ആണ് ആള് ചെയ്തത്, ആൾക്ക് കൊടുത്തത് അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജഗദീഷിന്റെ ചെറുപ്പം അഭിനയിച്ച പയ്യൻ ആള് നന്നായിട്ടുണ്ട്. പിന്നെ സാബിക് മമ്മൂക്കേന്റെ അത് നമ്മൾ എടുത്തു നോക്കിയാണ്. അതായത് സാബിക് എന്നാണ് ആളുടെ പേര്. വളരെ നല്ല രീതിയിൽ ആളുടെ പെർഫോമൻസ് വന്നിട്ടുണ്ട്. അത് നമുക്ക് അത് കാസ്റ്റിംഗ് തന്നെ അത് ഞാനിവർ എന്താണെങ്കിൽ ഇവർ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട സാധനമാണ്. ഈ കാസ്റ്റിംഗ് എല്ലാം വലുതായാലും അവരുടെ നല്ല മാച്ചിങ് ആയിട്ടുള്ള ആൾക്കാർ, മാച്ചിങ് ആയിട്ടുള്ള ആൾക്കാർ. അത് ട്രെയിലറിൽ എന്തായാലും ഇടാൻ പാടില്ല. അത് ട്രെയിലറിൽ ഉപയോഗിച്ചത് തെറ്റായി പോയി, അത് സത്യം. പക്ഷെ കാസ്റ്റിംഗ് അടിപൊളിയാണ്. ഇപ്പൊ നമ്മൾ ഇത് പറയുമ്പോൾ ഒന്നും കൂടി എടുത്ത് പറഞ്ഞേനെ, അതെ എല്ലാരും അത് എടുത്തു പറഞ്ഞേനെ ആ കാസ്റ്റിങ്ങിന്റെ കാര്യം. അത് ട്രെയിലറിൽ ഓൾറെഡി കണ്ടതുകൊണ്ട് അത്ര വലിയൊരു പഞ്ചില്ലാണ്ടായി പോയി എന്ന് മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും അതുപോലെ തന്നെയാണ് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ, എന്നാൽ ഒരുപാടൊന്നും ചെയ്യാനില്ലാണ്ടായിപ്പോയി അനശ്വരയൊക്കെ ജസ്റ്റ് ഓക്കെ പെർഫോമൻസ് ആണ്. അതായത് അവറേജിൽ ഒതുങ്ങി. ശരിക്കും ഒരുപാട് ചെയ്യാനില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ നേര് സിനിമക്കൊക്കെ ശേഷമാണ് ആളുടെ സിനിമ വരുന്നത്. അപ്പോൾ അതിൻ്റെതായ ലെവലിൽ ആള് വളർന്നു കഴിഞ്ഞു. ശരിക്കും നേരിന് മുന്നേ റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു. അതായത് അനശ്വരേന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ടുണ്ട്. ഈ നേരിന് ശേഷം വരുമ്പോഴേ അതിനുള്ള ഒരു പ്രാധാന്യം ആൾക്ക് കിട്ടിയോ എന്നുള്ളതൊരു സംശയം തന്നെയാണ്. പിന്നെ ജഗദീഷിന്റെ ക്യാരക്ടർ ഇതൊക്കെ ആവറേജായി ഒതുങ്ങി. പിന്നെ അനുമേനോൻ കുഴപ്പമില്ല. പിന്നെ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അനുമേനോനെ സിനിമയിൽ കണ്ടപ്പോ തന്നെ നമ്മളിങ്ങനെ മനസ്സിൽ ദൈവമേ വില്ലനാവരുതേ എന്ന് മാത്രമേ. ഏത് സിനിമ എടുത്താലും അനുമേനോന്റെ ത്രില്ലർ സിനിമയില് അനുമേനോ ഉണ്ടെങ്കിൽ ഓരായാലും വിഷയമല്ല, അനുമേനോ അതൊരു ആശ്വാസം തന്നു. അത് CBI 5 അതേപോലെ സംഭവിച്ചിട്ട് അയ്യോ എനിക്ക് വയ്യ. അതുപോലെ തന്നെ ചെറിയൊരു ഇതായി വന്നതാണ് നമ്മുടെ സായികുമാർ ചെയ്ത, പ്രത്യേകിച്ച് ഒരു സംഭവം ഇല്ല ചെയ്യാൻ, ചെറുതായിട്ടുള്ള റോളുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഉള്ളത് അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ ഇവരുടെ കിട്ടിയ ക്യാരക്ടർ എല്ലാം ഒരു അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സിദ്ദീഖ് സൂപ്പർ, അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അതെ, അത് നിങ്ങൾ സിനിമ കണ്ടോളൂ. അതായത് ഇതിന്റെ ട്രെയിലർ കണ്ടവർക്ക് സിദ്ദീഖിന്റെ സൗണ്ട് എന്തായാലും മറക്കാൻ പറ്റൂല. അപ്പോൾ എന്തായാലും സിനിമ കാണുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും. പിന്നെ പെർഫോമൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ എടുത്തു പറയേണ്ട 2 പേരും കൂടെ ഉണ്ട്. നമ്മുടെ സെന്തിലിന്റെ കൂടെ ഒരു പോലീസുകാരിയായിട്ട് അഭിനയിച്ച ഒരാളുണ്ട്. അവർ 2 പേരെയും ഒരു ജസ്റ്റ് ഓക്കെ കേട്ടോ, അത്രേ ഉള്ളൂ. ഭയങ്കരം എന്ന് പറയാനൊന്നുമില്ല, ജസ്റ്റ് ഓക്കെ. എന്താണെങ്കിലും പെർഫോമൻസിൽ അത് നമുക്ക് ഞെട്ടിച്ച് കളഞ്ഞ സംഭവം. നമ്മൾ എന്താ പറയാ, ആ ക്യാരക്ടറിന് തന്നെ ഒരു ഡെപ്ത് ഇല്ല. ആ ഡെപ്ത് ശരിക്കും ജയറാമിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെയാണ് അതിന്റെ പ്രത്യേകത. എന്തായാലും സിനിമയുടെ ഡയറക്ഷൻ നമ്മുടെ മിഥുൻ മാനുവൽ തോമസ്, ആള് കുറച്ച് കാലമായിട്ട് ഒരു സിനിമയായിട്ട് വന്നതാണ്. ഡയറക്ഷനിൽ എനിക്ക് വിമർശിക്കാനേ തോന്നുന്നുള്ളൂ. കാരണം സംഭവം ശരിയാണ്, എല്ലാ രീതിയിലും നല്ല രീതിയിലുള്ള മേക്കിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ മമ്മൂക്കയെ കിട്ടിയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാതിരുന്നത് ശരിക്കും ദേഷ്യമുണ്ട്. പിന്നെയും പറയും മമ്മൂക്കനെ കിട്ടി ഉപയോഗിച്ചില്ല. മമ്മൂക്കയ്ക്ക് അങ്ങനത്തെ ഒരു സംഭവമാണത്, അല്ലാണ്ട് അതിനകത്ത് കുറെ വലിയ സംഭവം ആക്കിയിട്ട് കാര്യമില്ല. അത് ആള് അതുകൊണ്ടായിരിക്കും അത് അങ്ങനെ ആ രീതിയിൽ തന്നെ വിട്ടിട്ടുണ്ട്. ഇത് സംഭവിച്ചിട്ടുള്ളത് ഇതൊരു നമ്മളിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ചെയ്തു, ഒരിക്കലും ഈ ഒരു സ്ഥാനത്തേക്ക് നമ്മൾ ഒരിക്കലും മമ്മൂട്ടിയെ കാണൂല. കാരണം സ്ക്രിപ്റ്റ് ചെയ്യുന്നവർക്ക് അറിയാം ഇങ്ങനത്തെ ക്യാരക്ടർ എങ്ങനെ മമ്മൂട്ടിയോട് എന്ന് പറയാന്നുള്ളത്. ശരിയല്ലേ? ലാലേട്ടനും മമ്മൂക്കൊക്കെ വരണമെങ്കിൽ അവരുടേതായ സ്ക്രിപ്റ്റുകൾ അവരുടേതായ ഇതുള്ളതായിരിക്കും. അവരെ കണ്ട് എഴുതിയ ഒരു സ്ക്രിപ്റ്റ് അല്ലത്. അപ്പോൾ അതിലേക്ക് മമ്മൂട്ടി വരുന്നു എന്നുള്ള രീതിയിലാണ് ഇത് ഫീൽ ചെയ്തത്. അപ്പോൾ മമ്മൂട്ടിയെ കിട്ടുമ്പോൾ ആ ഒരു ഇതിന് ഡെപ്ത് കൂട്ടണമായിരുന്നു, അത് ചെയ്തിട്ടില്ല എന്നുള്ളത് പിന്നെ അത് തന്നെ പറയൂലേ. പിന്നെ അപ്പൊ പിന്നെ നമുക്ക് നമ്മുടെ ഒരു കാര്യമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും സിനിമയുടെ BGM, അതായത് ശരിക്കും ഒരു 5-ാം പാതിര ടച്ചൊക്കെ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ BGM ഇതിന് ശരിക്കും നന്നായിട്ട് ഗുണം ചെയ്തു എന്ന് തന്നെ പറയാം സിനിമയ്ക്ക്. ഈ രീതിയിലില്ലെങ്കിൽ ഇത് ഇതിനേക്കാളും അതേപോലെ എല്ലാം അങ്ങനെ തന്നെയാണ്. ടോട്ടലി കോമൺ ആയിട്ട് വരേണ്ട സാധനമാണ്. പക്ഷെ എങ്കിലും അങ്ങനെയല്ല. ഇതിന്റെ ടോട്ടൽ മേക്കിംഗ്, ഇതിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ,
അതിൽ കുറച്ചെങ്കിലും ഈ ഒരു BGM-ന് കുറച്ച് ഉയർത്താൻ പറ്റിയിട്ടുണ്ട്. എന്നിട്ട് തന്നെ പഞ്ച് കുറച്ച് കുറവാണ്. അപ്പോൾ ആ BGM നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. അതായത് BGM-ഉം മിഥുൻ, ഡയറക്ഷനും മിഥുൻ. അതെ, രണ്ടുപേരും ഒരേ പേരുള്ള രണ്ടാൾക്കാർ അങ്ങ് തകർത്തു. എന്താണെങ്കിലും ഡയറക്ഷൻ തകർത്തില്ല. ഡയറക്ഷൻ തകർത്തു. ഞാൻ പറഞ്ഞത് എൻ്റെത്. എന്താണെങ്കിലും ഇതിനകത്ത് ഒരാളുടെ പേര്, അതായത് നമ്മൾ ആദ്യം പറഞ്ഞു ജയറാമിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേർക്കും ഒരേ അഭിപ്രായമാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ ഒരേ അഭിപ്രായമുള്ള ഒരൊറ്റ ആളും കൂടെ ഉണ്ട്, സൈജു കുറുപ്പിൻ്റെ. ഞങ്ങൾ ഏറ്റവും എനിക്ക് ആ ഒരു ആളുടെ കാസ്റ്റിംഗ് മാത്രമേ എനിക്ക് മോശമായിട്ട് തോന്നിയത് കേട്ടോ, സത്യമായിട്ടും പറയാം. ബാക്കിയെല്ലാം എനിക്ക് വലിയ കുഴപ്പമില്ല, ഒരു ആവറേജിന് മുകളിലുണ്ടെങ്കിൽ പോലും അത് ഒരു മിസ്കാസ്റ്റിംഗ് ആയിപ്പോയി. പറ്റുന്നില്ല, കഥാപാത്രം ചെയ്തിട്ട് ഒരു സുഖം കിട്ടുന്നില്ല. ഏതാണ്ട് ഇപ്പോൾ ആളുടെ എല്ലാം ലാസ്റ്റിലെ കുറേ സിനിമകൾ നോക്കി സത്യം എല്ലാം മിസ്കാസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതായത് ഒരേ ശൈലിയും ഒരേ ഇത് തന്നെ. ഇപ്പൊ സൈജു കുറുപ്പിനൊക്കെ ആദ്യമൊക്കെ വേറെ വേറെ സംഭവങ്ങളൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് സിനിമകൾ. ഇപ്പം എല്ലാം ഏകദേശം ഒരേ രീതിയിൽ തന്നെ ഉള്ള ടോട്ടലി ഡിഫറെന്റ് ആണ് ചെയ്ത കഥാപാത്രം ഡിഫറെന്റ് ആണ്, സ്റ്റൈല്, ആളുടെ അഭിനയം എല്ലാം സെയിം ആണ്. അതാണ് വ്യത്യാസം. എന്താണെങ്കിലും സിനിമയുടെ ക്യാരക്ടർ ഒരിക്കലും ആൾക്ക് ചേരുന്നില്ല. ആ ക്യാരക്ടറിനൊക്കെ വേറൊരാള് വേണമായിരുന്നു കേട്ടോ. പക്ഷെ മമ്മൂക്കേന്റെ ക്യാരക്ടറിനെ മമ്മൂക്കന്നെ വേണം. അത് മമ്മൂക്കൊക്കെ അവിടെ വന്നുകൊണ്ടാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. പിന്നെ തീർച്ചയായിട്ടും അതാണ് പ്രശ്നമോ. അതന്നെ, അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ സംവിധായകനെ ശ്രദ്ധിക്കണമായിരുന്നു. അതല്ല ഞാൻ വേണ്ട നിർത്തിയേക്കാം. എന്താണ് സിനിമയുടെ റേറ്റിംഗിലേക്ക് പോവാ, റിവ്യൂ ഡിബേറ്റിലേക്ക് പോകുന്നു. അതെ, അത് വീണ്ടും വീണ്ടും ഇതിങ്ങനെ മാറി മാറി പോകും. എന്തായാലും റേറ്റിംഗ്സിലേക്ക് കിടക്കാം. എനിക്ക് പേഴ്സണലി ഇതൊരു 5.5 അതാണ് എൻ്റെ ഒരു പേഴ്സണൽ റേറ്റിംഗ്സ്. എൻ്റെ റേറ്റിംഗ് വരുന്നത് 6.5 ആണ്. അപ്പം എല്ലാവരും സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് ഇടുക. എന്തായാലും ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. റിവ്യൂ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തമ്മിലൊരു അടി ഉണ്ടാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഒരിക്കലും ഉണ്ടാവില്ല. ഇതൊന്നും സംഭവിക്കും.